ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി പൂവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഹബീബാനെ കാണാനാണ്. ഹബീബക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഹബീബ 8ാം മാസത്തിൽ പ്രസവിച്ചതാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു പക്വതക്കുറവ് കാര്യങ്ങളാണ്. ഈ പിന്നിൽ കാണുന്നതാണ് വീട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് തന്നെ ചോദിക്കാം. ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹബീബ. ഇത് ഹബീബാന്റെ ഉമ്മയാണ്. ഹബീബ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ഹബീബാക്ക് ശരിക്കും എന്താ ബുദ്ധിമുട്ടുള്ള? അവൾക്ക് ചെറുതായിട്ടൊരു പക്വത കുറവാണ് ഉള്ളത്. കാര്യം സംസാരത്തിനോ വേറുള്ളതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു എഴുത്തും വായനൊക്കെ കുറച്ച് കുറവുണ്ട്. എഴുതാനും വായിക്കാനും അറിയില്ല. എഴുതാനും വായിക്കാനും തീരെ അറിയാനില്ല. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു പരിചയമുള്ള ഒക്കെ പേരുകളൊക്കെ എഴുതും വായിക്കും. പക്ഷെ എവിടെയെങ്കിലും അവൾ എഴുതിയ അക്ഷരം കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വായിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും. അത് 8ാം മാസത്തിൽ പ്രസവിച്ചാണല്ലേ? മാസത്തിൽ പ്രസവിച്ചപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രസവത്തിൽ ഒന്ന് ശ്വാസം മുട്ടിയതാണ് തലച്ചോറിന്. അത് കുഴപ്പമൊന്നുമില്ല, അത് ക്രമേണ അങ്ങനെ ശരിയായി വരുന്ന ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ഡോക്ടർ പറഞ്ഞത് ആ തലച്ചോറിന് ഒരു കള്ളിക്കാണത്. ആ കള്ളിയിലേക്ക് രക്തം കയറി ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ നമുക്ക് കാണുന്നതും. വയലന്റ് ആവോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. സ്ഥിരമായിട്ട് എന്തെങ്കിലും ഗുളിക ഉണ്ടോ ഹബീബക്ക്? ഒരു ഗുളിക ദിവസവും കുടിക്കണം അല്ലേ? മുടങ്ങാതെ കുടിക്കണം തൈറോയിഡിന്റെ. ഹബീബ എത്ര വരെയാ പഠിച്ചേ? 10 വരെ. അതിനുശേഷം എന്തിനാ പോയിരുന്നോ? സ്ക്രൈബ് വെച്ച് എഴുതിയതാണല്ലേ പരീക്ഷയൊക്കെ? വേറെ ആൾ എഴുതിയാണ്. 10ാം ക്ലാസ്സിൽ മാത്രം, ബാക്കിയൊക്കെ അവൾ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവൾക്ക് വായനയിലൊന്നും വലിയൊരു എഴുതാനും വായിക്കാനും അങ്ങനെ അറിയില്ല. എന്നാ തീരെ ഇല്ല എന്നല്ല, അങ്ങനെ ഒരു മദ്രസയിൽ അങ്ങനെ തന്നെ എഴുത്തും വായനയില്ല എന്നുള്ള. പക്ഷേ എല്ലാ കാര്യങ്ങളും അവൾക്ക് കേട്ടത് ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ മറന്നാലും ഫോണിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയോ? അതൊക്കെ അറിയാം. അതറിയാല്ലേ? എന്താ അറിഞ്ഞില്ലെങ്കിലോ? അതെ. അപ്പൊ ഫോണൊക്കെ അവള് നല്ലോണം യൂസ് ചെയ്യും. ഇവിടെ കുക്കിംഗ് അങ്ങനെ എന്താ ചെയ്യലുണ്ടോ? കുക്കിംഗ് ചെറിയ കാര്യമായിട്ടുള്ളൊന്നും ഇല്ലാന്നുള്ളൂ. അടിക്കലും തുറക്കലും ബാത്റൂം അങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന അറിയില്ലല്ലേ? ബാക്കിയൊക്കെ ചെയ്യും. അതെ. ഹബീബക്ക് എത്ര വയസ്സായി? 33 വയസ്സ്. അതെ, 33 വയസ്സാണായത്. അപ്പോൾ ആലോചനകൾ നിങ്ങൾ നോക്കിയില്ലേനോ? നേരത്തെ വന്നിരുന്നു. നമ്മളിങ്ങനെ പറയാം, ഈ ചെറിയൊരു കുറവുണ്ടെങ്കിലും നമ്മളത് പറയണ്ടേ? തീർച്ചയായും. അങ്ങനെ നമ്മൾ പറഞ്ഞതാ. അപ്പം പിന്നെ എല്ലാവരും പറയാം അവർക്ക് ആ വന്നതിനേക്കാണ് ഒന്നും കൂടി ഒരു ഇതുള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം. അതെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് അവളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. ഹബീബാക്ക് 33 വയസ്സാണായത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 40 വയസ്സ് വരെ. ഒരു 40ൻ്റെ ഉള്ളിലല്ലേ? അപ്പോൾ 33 വയസ്സാണ് ഒക്കെ ആയത്. ഒരു 7 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് എത്ര മക്കളാ? 5 മക്കള്. എത്ര ആൺകുട്ടികളാ? ഒരു ആൺകുട്ടിയും 4 പെൺകുട്ടികളും. 4 പെണ്ണും. ഹബീബാന്റെ കൂടെ കല്യാണമാണ് കഴിയാനുള്ളത് അല്ലേ? അതെ. മറ്റുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികളായി എല്ലാവർക്കും. അതെ. ഉപ്പ എന്താ ചെയ്യുന്നേ? ഇപ്പൊ പുല്ല് വെട്ടാൻ പോകും. പിന്നെ വേനൽക്കാലമൊക്കെ ആയാൽ കിണർ പണിക്കൊക്കെ പോകും. അത് ശരി. ഹബീബ് ഒറ്റക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകാനില്ലല്ലോ അല്ലേ? ദൂരക്കൊന്നും പോയിട്ടില്ല. അപ്പൊ നമ്മളൊരു ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അതൊന്നും നോക്ക് അങ്ങനെ അറിയില്ല. അതെ, അതൊക്കെയാണ് ഹബീബാന്റെ ബുദ്ധിമുട്ടുകൾ. ഹബീബ, എന്താ പറയാനുള്ള? എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ? മോളെ നല്ലോണം നോക്കുന്ന ഒരാളല്ലേ? അതെ. വെറുതെ പറയാനുണ്ടോ? അതെ. അപ്പോൾ മനസ്സിലാക്കുന്ന നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. ഉമ്മ പിന്നെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജോലിക്ക് പോയിട്ട് അവളെ നോക്കണം അല്ലേ? അങ്ങനെ പിന്നെ ഒരു സ്നേഹമുള്ള ഒരു കുട്ടിയായിക്കട്ടെ. നമ്മൾ സ്വന്തം ഉമ്മയും വാപ്പയായിട്ട് ഞങ്ങൾ കാണാനും നോക്കാനും വേണ്ടിയിട്ടാണ്. തീർച്ചയായും. അവളെ നല്ലപോലെ സ്നേഹിക്കുന്ന നല്ലൊരു പാർട്ട്ണർ വരട്ടെ. ദൂരം പ്രശ്നമുണ്ടോ? ദൂരം ഇല്ല. നമ്മൾക്ക് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാ വേണ്ട അല്ലേ? അങ്ങനെയാണ് കൂടുതൽ ആഗ്രഹമുള്ളത്. അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതെ. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് വീട് ഇവിടെ ഉണ്ട്, വെച്ച വീട്. വേറൊരു വീട് കൂടി ഉണ്ടോ? ഉണ്ട്, വേറൊരു വീടും കൂടി ഉണ്ട്. ഇത് ഇപ്പൊ മകൻ ഇപ്പൊ എടുത്ത? ഇതിപ്പോ മകനിക്ക് ഇപ്പൊ എടുത്തതാണ്. ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ്. അങ്ങനെ ഇപ്പൊ ഞങ്ങള് ഇമ്മ ഇപ്പയും
ഇവളും പിന്നെ ഉള്ളു, പിന്നെ മകനും ഭാര്യയും കുട്ടികളും തന്നെ ഉള്ളത്. അതെ, ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ്, അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതെ, അപ്പോൾ വേറെ വീടും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നൊരു പിയാപ്പിള ആണെങ്കിൽ നമുക്ക് അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യാം അല്ലേ? അതെ, ഞങ്ങളും കൂടെ ഉണ്ടാവും. തീർച്ചയായും തീർച്ചയായും. പിന്നെ എന്തെങ്കിലും ഒരു ജോലിയോ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുകയും ചെയ്താൽ സെറ്റായല്ലോ അല്ലേ? നമുക്ക് പാലക്കാട് ജില്ല മാത്രമാണോ? അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതുകൊണ്ട് ദൂരം പ്രശ്നമില്ലല്ലോ? ഇല്ല. അതെ, എങ്കിലും നമ്മൾ ഒരു ഏകദേശം ഒരു പോയി വരുവിനൊക്കെ പറ്റിയ ഒരു ഏരിയയിലുള്ള ആളെയാണ് വേണ്ടത്. അതെ അതെ, ദീനീബോധമുള്ള ഓളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഉറപ്പുള്ളവർ മാത്രം മുമ്പോട്ട് വരിക. ഓളെ പരിമിതികൾ മനസ്സിലാക്കാൻ പറ്റണം. ഒക്കെ ചെറിയ പോരായ്മകൾ ഉണ്ടാവും, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്നേഹിക്കുന്ന ഒരാളല്ലേ ഹബീബ? അതെ, അങ്ങനെയുള്ള ഒരാൾ തന്നെ വരട്ടെ. വേറെ ഉമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇൻഷാ അല്ലാ അത്രയേ ഉള്ളൂ അല്ലേ? നമുക്കൊരു 40 വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനയാണല്ലോ വേണ്ടേ? അപ്പോൾ ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതോ ആയ ആലോചനകൾ നമ്മൾ സ്വീകരിക്കുമോ? കുഴപ്പമില്ല. അതെ, അപ്പോൾ നോക്കിയിട്ട് മക്കളില്ലാത്തല്ലേ? അതെ, സ്വന്തമായിട്ടൊരു മക്കളെയും വീട് ഒന്നായിട്ട് പരിചരിക്കാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ കൊണ്ടു നടക്കാൻ അങ്ങനെയുള്ളൊരു പക്വതയൊക്കെ ആയിക്കില്ല. ഇൻഷാ അല്ലാ. എങ്കിലും ഓള് കാര്യങ്ങളൊക്കെ പറഞ്ഞാലെല്ലാം ചെയ്യും അല്ലേ? കണ്ടറിഞ്ഞ് ചെയ്യാനാണ് ബുദ്ധിമുട്ടില്ല ഹബീബ? നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേപോലെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും. പിന്നെ തൈറോയിഡിൻ്റെ ഒരു ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. അതൊക്കെയാണ് അവളെ ബുദ്ധിമുട്ടുകൾ. ബാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് ഇവിടെ വന്ന് അന്വേഷിക്കുക, ഇവരെ വിളിച്ച് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ ഡോക്ടർ ഒന്ന് കല്യാണം കഴിക്കാനൊക്കെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെയാണ്. ചെറിയൊരു ഇങ്ങനത്തെ ചെറിയ ചില വിഷയങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരാൾ വരട്ടെ അല്ലേ? അതെ, കല്യാണം കഴിക്കണോണ്ടോ അതല്ലാതെ ഒരു ദാമ്പത്യ ജീവിതത്തിനൊന്നും പറ്റാത്തൊരു പ്രയാസമൊന്നും അവൾക്കില്ല. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. പിന്നെ നമ്മള് നോക്കണ പോലത്തെ ഒരു ഉമ്മ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിടണോണ്ടും കുഴപ്പമില്ല. അതെ, നമ്മൾ അടുത്തേക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ പാലക്കാട് നമുക്ക് പോയി വരാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ആണ്. നമുക്ക് ആ കുടുംബത്തെ ബോധ്യപ്പെട്ട ഓക്കെയാണ്, ഓളവിടെ പോയാലും അല്ലേ വിഷയമില്ല എന്നൊക്കെ ആണ്. അത് ശരിയാണ്. അങ്ങനെ ഇപ്പൊ ഇവരുടെ ഒരു ബേജാറ് കൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. കാരണം അവർ വീട്ടിൽ പോയിട്ട് ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വിഷയങ്ങൾ വരരുതല്ലോ. അതവിടെ പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഒക്കെ ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ ഇവരുടെ ഒരു കണ്ണുണ്ടാവും, ഇവരുടെ കെയറിങ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അങ്ങനെ കെയർ ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. തീർച്ചയായിട്ടും നല്ലൊരു പാർട്ട്ണർ വരട്ടെ അല്ലേ ഹബീബ? ഒന്ന് ചിരിച്ചേ, സീരിയസ് ആയിട്ടിരിക്കുന്നേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹബീബാൻ്റെ കല്യാണം നടക്കട്ടെ. എന്നായിക്കോട്ടെ ഉമ്മ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഹബീബയും ഉമ്മയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. അപ്പോൾ അവളുടെ ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളെ മതി. നമുക്ക് ഒരു വിവാഹം നടത്തുമ്പോൾ നമ്മൾ പലതും മൂടി വെച്ച് വിവാഹം നടത്താമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങളോട് പറയാനുള്ള ആ വിവാഹമൊന്നും നിലനിൽക്കൂല. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്ത് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ വിഷയമാണെങ്കിലും പറയണം. അതിനുള്ളവർ മതി, ഇല്ലെങ്കിൽ വരുമ്പോൾ മതി എന്നങ്ങ് വിചാരിച്ചേക്കണം. കാരണം നിലനിൽക്കുക എന്നുള്ളത് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയോ അങ്ങ് കല്യാണം കഴിയുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് പറ്റുന്ന ആളെ മേലെ ഏറ്റ് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതം മൊത്തം അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ അങ്ങനെയല്ലല്ലോ. നമ്മൾ സ്നേഹവും ഹാപ്പിയും ആയിട്ട് ജീവിക്കണം. അങ്ങനെ ഇല്ലാത്ത പല വീടുകളിലാണ് പല വിഷയങ്ങളും പിന്നീട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലാക്കി നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഉമ്മ പല ആളുകൾ പല സ്ഥലത്തു നിന്നും വിളിക്കും. നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. നല്ല രീതിയിൽ അന്വേഷിച്ച് ചെയ്യുക. നമ്മളെല്ലാ വീട്ടിലും പറയാനാണ്. നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നല്ല ആലോചനകൾ ഇവർക്ക് വരുത്തുക എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. പിന്നെ ഇതേപോലെ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് വിളിച്ച് ചോദിക്കുക. ഇനിയിപ്പോൾ ഡോക്ടറുടെ കൗൺസിലിംഗ് എന്ത് വേണമെങ്കിലും ചെയ്യുക. കല്യാണത്തിന് മുമ്പ് അത്രയും അന്വേഷിക്കുക ഇരു കൂട്ടരും. കല്യാണത്തിന് ശേഷം ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും ആർക്കും ഇല്ല. കാരണം അത് അന്വേഷിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് ചെയ്യാതിരുന്നിട്ട് ആരെയും കുറ്റം പറയുക അതിലൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നല്ലപോലെ അന്വേഷിച്ച് മാത്രം നിൽക്കാമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ. മക്കളുടെ കല്യാണമൊക്കെ ആത്മാർത്ഥമായിട്ട് പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പല സ്ഥലത്തും വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്താൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.